ഹായ് നമസ്കാരം. സിനിമാ ആസ്വാദകരായ എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഒക്ടോബർ മാസം 10-ാം തീയതി വെള്ളിയാഴ്ച മലയാള സിനിമാ ലോകത്തിന് എപ്പോഴും പ്രതീക്ഷ നൽകുന്നത് പോലെ വളരെ പ്രതീക്ഷ നൽകിയ ഒരു ദിവസം കൂടിയാണ്. നിരവധി പുതിയ സ്വപ്നങ്ങളും കാഴ്ചകളുമായി നമ്മുടെ മുന്നിലെത്തിയ ചിത്രങ്ങളെക്കുറിച്ചാണ് നാം ഇന്ന് ഇവിടെ ചർച്ച ചെയ്യുന്നത്. തിയേറ്ററുകളിൽ ചിരിയും ചിന്തയും സമ്മാനിച്ച ചിത്രങ്ങളും OTT പ്ലാറ്റ്ഫോമുകളിൽ റിലീസ് ചെയ്ത് വീട്ടിലിരുന്ന് ആസ്വദിക്കാൻ അവസരം നൽകിയ ചിത്രങ്ങളും ഈ റിലീസ് ലിസ്റ്റിലുണ്ട്. ഈ വെള്ളിയാഴ്ച മലയാള സിനിമയിൽ നിന്നും വലിയ പ്രതീക്ഷയോടെ എത്തിയ പ്രധാന റിലീസുകൾ ഇവയൊക്കെയാണ്. ആദ്യമായി നമ്മൾ തിയേറ്റർ റിലീസുകളാണ് നോക്കുന്നത്. അവിഹിതം എന്നൊരു പടമുണ്ട്. ഫെമിനിച്ചി ഫാത്തിമ എന്നൊരു പടമാണ് അടുത്തത്. OTTയിൽ റിലീസ് ചെയ്ത ചിത്രങ്ങളാണ് മെഹഫിൽ, ഇന്നസെൻ്റ് എന്നിവ. ഇവയിൽ സെന്ന ഹെഗ്ഡെയുടെ അവിഹിതം എന്ന ചിത്രം ഇതിനോടകം തന്നെ പ്രേക്ഷക ശ്രദ്ധ നേടിക്കഴിഞ്ഞിരിക്കുകയാണ്. അതുപോലെ OTTയിൽ എത്തിയ മെഹഫിൽ കുടുംബ പ്രേക്ഷകർക്ക് ഒരു വിരുന്നായി മാറിയിരിക്കുന്നു. മാത്യു തോമസ് നായകനായ നെല്ലിക്കാമ്പൂയിൽ നൈറ്റ് റൈഡേഴ്സ് എന്ന പടം ഒക്ടോബർ 10-ന് റിലീസ് ചെയ്യാനിരുന്നെങ്കിലും കാന്താര ചാപ്റ്റർ 1 സിനിമയുടെ വിജയത്തെ തുടർന്ന് അതിൻ്റെ റിലീസ് ഒക്ടോബർ 24-ലേക്ക് മാറ്റിവെച്ചു എന്നൊരു അറിയിപ്പും കൂടെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. എങ്കിലും ഈ ദിവസങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായ ചിത്രങ്ങളെക്കുറിച്ച് നമുക്ക് പരിചയപ്പെടാം. തിയേറ്റർ റിലീസുകളിൽ അവിഹിതം വളരെ കൗതുകവും നർമ്മവും നിറഞ്ഞ ഒരു ഗ്രാമീണ കഥയാണ്. ഇതൊരു റസ്റ്റിക് കോമഡിയാണ്. ഈ ചിത്രത്തിൻ്റെ സംവിധാനം വന്നിട്ട് സെന്ന ഹെഗ്ഡെ ആണ് ചെയ്തിരിക്കുന്നത്. രചന വന്നിട്ട് അംബരീഷ് കളത്തറ, സെന്ന ഹെഗ്ഡെ എന്നിവരാണ്. പ്രധാന അഭിനേതാക്കൾ ഉണ്ണിരാജ്, രഞ്ജിത്ത് കങ്കോൽ, വിനീത് ചാക്യാർ, ധനേഷ് കോലിയാട്ട്, അമ്മിണി ചന്ദ്രാലയം തുടങ്ങിയവരാണ്. കഥാസംഗ്രഹം നോക്കുകയാണെങ്കിൽ കഥ നടക്കുന്നത് വടക്കൻ കേരളത്തിലെ കാഞ്ഞങ്ങാട് എന്ന മനോഹരമായ ഗ്രാമത്തിലാണ്. ഒരു രാത്രിയിൽ പതിവ് കള്ള് സൽക്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന പ്രകാശൻ മില്ല് വിനോദ് എന്നൊരാളും ഒരു യുവതിയും തമ്മിലുള്ള ചുംബനരംഗം കാണുന്നു. ആരാണ് ഈ യുവതി? ഈ രഹസ്യം അറിയാനുള്ള ആകാംക്ഷ ഗ്രാമത്തിലെ 7 അലമ്പന്മാരായ ആളുകൾക്ക് ഒരു ദൗത്യമായിട്ട് മാറുന്നു. ഒരു നിമിഷത്തെ അവിഹിതം അല്ലെങ്കിൽ പരപുരുഷ ബന്ധം ഒരു ഗ്രാമം മുഴുവൻ ആഘോഷിക്കുന്ന ഒരു കോമഡി അന്വേഷണമായി മാറുന്നതാണ് ചിത്രത്തിൻ്റെ ഇതിവൃത്തം എന്ന് പറയുന്നത്. സെന്ന ഹെഗ്ഡെയുടെ മുൻ ചിത്രമായ തിങ്കളാഴ്ച നിശ്ചയം പോലെ തന്നെ അവിഹിതം മലയാളി സമൂഹത്തിൻ്റെ കൗതുകത്തെയും സദാചാര നാടകങ്ങളെയും തമാശയിലൂടെ വിശകലനം ചെയ്യുന്നു. വടക്കൻ കേരളത്തിലെ സംസ്കാരവും സംഭാഷണ ശൈലിയും ഈ ചിത്രത്തിന് തനതായ ഒരു ഗ്രാമീണ സൗന്ദര്യം തന്നെ നൽകുന്നുണ്ട്. വളരെ അസംബന്ധവും അതേസമയം കൃത്യതയുമുള്ള നർമ്മ മുഹൂർത്തങ്ങളാണ് സിനിമയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. വളരെ നർമ്മത്തിൽ ചാലിച്ചാണ് ഓരോ രംഗങ്ങളും ഇവർ ചിത്രീകരിച്ചിരിക്കുന്നത്. മറ്റൊരാളുടെ സ്വകാര്യതയെ സമൂഹം എങ്ങനെ ഒരു പൊതുവിനോദമായി കാണുന്നു എന്നതിനെ സിനിമ ശക്തമായി വിമർശിക്കുന്നുണ്ട്. ഇത് കേവലം ഗോസിപ്പിൽ ഒതുങ്ങാതെ സമൂഹത്തിൻ്റെ കപട സദാചാരത്തെ ചോദ്യം ചെയ്യുന്ന ഒരു ചിത്രമാണ്. സാങ്കേതിക മികവ് നോക്കുകയാണെങ്കിൽ രമേശ് മാത്യൂസ്, ശ്രീരാജ് രവീന്ദ്രൻ എന്നിവരുടെ ഛായാഗ്രഹണം കാഞ്ഞങ്ങാടിൻ്റെ ഭൂമിശാസ്ത്രപരമായ ഭംഗിയും കഥാപാത്രങ്ങളുടെ ആ ഒരു സംഭാഷണ ശൈലിയും ഒക്കെ ഒരു സ്വാഭാവികമായ രീതിയിൽ ഈസിയോടെ ക്യാമറാമാൻ ഒപ്പിയെടുത്തിട്ടുണ്ട്. ശ്രീരാഗ് സജിയുടെ സംഗീതം ചിത്രത്തിൻ്റെ താളത്തിനും കുസൃതിക്കുമൊക്കെ ഒരു മികവേകിയിട്ടുണ്ട്. ചുരുക്കത്തിൽ അവിഹിതം ചിരിയും ചിന്തയും നൽകുന്ന ഒരു നല്ല ഫാമിലി എൻ്റർടൈനറാണ്. സെന്ന ഹെഗ്ഡെ തൻ്റെ ശൈലി നിലനിർത്തിക്കൊണ്ട് നാട്ടിൻ പുറത്തെ നർമ്മം ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു വൺ ടൈം വാച്ച് എന്നതിലുപരി ഹൃദയസ്പർശിയായ ഒരു അനുഭവം തന്നെ നൽകുന്നുണ്ട്. അടുത്ത പടം ഫെമിനിച്ചി ഫാത്തിമയാണ്. ഈ വിഭാഗം വന്നിട്ട് സാമൂഹിക പ്രസക്തിയുള്ള ഒരു ഡ്രാമയാണ്. ദുൽഖർ സൽമാൻ്റെ വേഫറ ഫിലിംസാണ് ഇത് വിതരണത്തിനെടുത്തിരിക്കുന്നത്. ചിത്രത്തെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ പ്രശസ്ത ചലച്ചിത്ര മേളകളിൽ ഇതിനോടകം തന്നെ നിരൂപക പ്രശംസ നേടിയ ചിത്രമാണ് ഫെമിനിച്ചി ഫാത്തിമ. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ശക്തമായ സ്ത്രീപക്ഷ നിലപാടുകളും സാമൂഹിക വിഷയങ്ങളുമാണ് ചിത്രം കൈകാര്യം ചെയ്യുന്നത്. പേരും ചലച്ചിത്ര മേളകളിലെ അംഗീകാരവും സൂചിപ്പിക്കുന്നത് പോലെ തന്നെ സമകാലിക സാമൂഹിക പ്രശ്നങ്ങളെ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ അവകാശങ്ങളെയും നിലപാടുകളെയും കുറിച്ചുള്ള ഒരു ആഴത്തിലുള്ള ചർച്ചയാണ് ഈ സിനിമ പ്രതിപാദിക്കുന്നത്. ദുൽഖർ സൽമാൻ്റെ പ്രൊഡക്ഷൻ ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയായ വേഫർ ഫിലിമാണ് തിയേറ്ററുകളിൽ എത്തിക്കുന്നത്. ഇത് ചിത്രത്തിൻ്റെ നിലവാരത്തെയും പ്രതീക്ഷകളെയും ഒക്കെ വർദ്ധിപ്പിക്കുന്നുണ്ട്. അടുത്തൊരു പടം ഇന്നസെൻ്റ് ആണ്.
ഫിലിം ബീറ്റ് ഉൾപ്പെടെയുള്ള ചില ലിസ്റ്റിങ്ങുകളിൽ ഒക്ടോബർ 10 റിലീസ് ചെയ്ത മറ്റൊരു ചിത്രമാണ് ഇന്നസെൻറ്റ്. അഭിനേതാക്കൾ അൽതാഫ് സലീം, അനാർക്കലി മരിക്കാർ തുടങ്ങിയവരാണ്. ഒരു കോമഡി ഫാമിലി എൻ്റർടൈനറാണ് നമ്മൾ ഇതിൽ നിന്നും പ്രതീക്ഷിക്കേണ്ടത്. അടുത്തതായിട്ട് OTT റിലീസുകളാണ് നമ്മൾ നോക്കുന്നത്. തിയേറ്ററുകൾക്കൊപ്പം ഒക്ടോബർ 10 OTT പ്ലാറ്റ്ഫോമുകളിലും ചില ചിത്രങ്ങൾ റിലീസ് ചെയ്തിട്ടുണ്ട്. അതിലൊന്നാമത്തത് മെഹഫിലാണ്. ഇത് ഫാമിലി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു പടമാണ്. പ്ലാറ്റ്ഫോം വന്നിട്ട് സൺ നെക്സ്റ്റിലാണ് ഇത് റിലീസ് ചെയ്തിരിക്കുന്നത്. സംവിധാനം ജയരാജാണ്. പ്രധാന അഭിനേതാക്കൾ മുകേഷ്, ആശാ ശരത് എന്നിവരാണ്. കഥയുടെ അവലോകനം നോക്കുവാണെങ്കിൽ പ്രശസ്ത സംവിധായകൻ ജയരാജ് ഒരുക്കിയ ഒരു കുടുംബ ചിത്രമാണ് മെഹഫിൽ. മുകേഷും ആശാ ശരത്തും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ഈ ചിത്രം ഊഷ്മളമായ കുടുംബ ബന്ധങ്ങളെയും വൈകാരികമായ കഥാസന്ദർഭങ്ങളെയും ചുറ്റിപ്പറ്റിയാണ് മുന്നോട്ട് പോകുന്നത്. ചിത്രത്തിൻ്റെ പ്രധാന പ്രമേയം കുടുംബ ബന്ധങ്ങളിലെ സങ്കീർണതകളും ഹൃദയസ്പർശിയായ കഥയുമാണ്. ഒരു സാധാരണ കുടുംബത്തിൻ്റെ ആഴത്തിലുള്ള വികാരങ്ങൾ അവതരിപ്പിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. മുകേഷിൻ്റെയും ആശാ ശരത്തിൻ്റെയും പ്രകടനങ്ങൾ തന്നെയാണ് ചിത്രത്തിൻ്റെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത്. OTT റിലീസായതിനാൽ കുടുംബ പ്രേക്ഷകർക്ക് എളുപ്പത്തിൽ സ്വീകരിക്കാൻ കഴിയുന്ന ഒരു ഡ്രാമ ചിത്രമായിരിക്കും മെഹഫിൽ. ഇതിനു പുറമെ പ്രമുഖ തെലുങ്ക് ചിത്രമായ മിറായ്, ഇതിൻ്റെ മലയാളം പതിപ്പ് ഒക്ടോബർ 10 മുതൽ ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. നമുക്ക് മാറ്റിവെച്ച റിലീസുകൾ ഏതൊക്കെയാണെന്ന് ഇനി നോക്കാം. നെല്ലിക്കാംപൊയിൽ നൈറ്റ് റൈഡേഴ്സ് എന്നൊരു പടമാണിത്. തിയേറ്റർ റിലീസിനായി ഏറ്റവും കൂടുതൽ പ്രതീക്ഷ നൽകിയിരുന്ന ഒരു ചിത്രമായിരുന്നു നെല്ലിക്കാംപൊയിൽ നൈറ്റ് റൈഡേഴ്സ് എന്ന ചിത്രം. പ്രധാന അഭിനേതാക്കൾ വന്നിട്ട് മാത്യു തോമസ്, റോഷൻ ഷാനവാസ് എന്നിവരാണ്. സംവിധാനം നൗഫൽ അബ്ദുള്ളയാണ്. അദ്ദേഹം എഡിറ്റർ എന്ന നിലയിൽ വളരെ പ്രശസ്തനാണ്. ആദ്യ സംവിധാനമാണ് അദ്ദേഹത്തിൻ്റേത് ഈ പടം. രചന ജ്യോതിഷ് M, സുനു AV എന്നിവരാണ്. ഇതിൻ്റെ ജോണർ വന്നിട്ട് ഹൊറർ കോമഡി ത്രില്ലർ സിനിമയാണിത്. റിലീസ് മാറ്റിവെക്കാനുള്ള കാരണം ഒക്ടോബർ 10 റിലീസ് ചെയ്യാൻ നിശ്ചയിച്ചിരുന്ന ഈ ചിത്രം നിലവിൽ തിയേറ്ററുകളിൽ വലിയ വിജയം നേടിയ കാന്താര ചാപ്റ്റർ 1 സിനിമയുടെ പ്രകടനം പരിഗണിച്ച് ഒക്ടോബർ 24 മാറ്റിവെച്ചതായിട്ടാണ് അണിയറ പ്രവർത്തകർ അറിയിച്ചത്. നൈറ്റ് റൈഡേഴ്സ് ഒരു റൊമാൻറ്റിക് സസ്പെൻസ് ത്രില്ലറാണ്. നെല്ലിക്കാംപൊയിൽ എന്ന സാങ്കല്പിക ഗ്രാമത്തിലെ നാടോടി കഥകളിൽ വേരൂന്നിയ ഒരു മിത്തിനെ ആധുനിക കാലഘട്ടത്തിലേക്ക് കൊണ്ടുവരുന്ന രീതിയിലാണ് കഥ ഒരുക്കിയിരിക്കുന്നത്. ഹൊറർ, കോമഡി, ത്രില്ലർ, റൊമാൻസ് എന്നിങ്ങനെ പല ഘടകങ്ങൾ ചേർന്ന ഒരു സമ്പൂർണ്ണ എൻ്റർടൈനറായിരിക്കും ഈ ചിത്രം. റിലീസ് മാറ്റിവെച്ചെങ്കിലും പ്രണയവിലാസം എഴുത്തുകാരുടെ സിനിമ എന്ന നിലയിൽ പ്രേക്ഷകർ വലിയ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. 2025 ഒക്ടോബർ 10 മലയാള സിനിമാ റിലീസുകളെ മൊത്തത്തിൽ വിലയിരുത്തിയാൽ സെന്ന ഹെഗ്ഡെയുടെ അവിഹിതം തന്നെയാണ് ഈ വെള്ളിയാഴ്ച തിയേറ്ററുകളിൽ മുന്നിട്ട് നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പ് പതിഞ്ഞ ഗ്രാമീണ നർമ്മവും സാമൂഹിക വിമർശനവും ചേർന്ന ഈ ചിത്രം നല്ല അഭിപ്രായങ്ങൾ നേടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അവിഹിതം നർമ്മവും ചിന്തയുമുള്ള ഒരു മികച്ച റസ്റ്റിക് കോമഡിയാണ്. ഫെമിനിച്ചി ഫാത്തിമ പ്രമേയത്തിൽ പുതുമയും സാമൂഹിക പ്രസക്തിയും പ്രതീക്ഷിക്കാവുന്ന ഒരു പടമാണ്. മെഹഫിൽ കുടുംബ പ്രേക്ഷകർക്ക് വീട്ടിലിരുന്ന് ആസ്വദിക്കാൻ പറ്റിയ വൈകാരികമായ ഒരു ചിത്രമാണ്. പുതിയ ആശയങ്ങളും യുവതാരങ്ങളും സാങ്കേതിക വിദഗ്ധരും മലയാള സിനിമയെ മുന്നോട്ട് നയിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഓരോ വെള്ളിയാഴ്ചയും പുതിയ പ്രതീക്ഷകളാണ് നൽകുന്നത്. ഈ റിലീസുകൾ മലയാള സിനിമയുടെ വൈവിധ്യമാർന്ന കാഴ്ചപ്പാടുകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു എന്ന് പറയാം. ഈ ചിത്രങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവച്ച് ഈ ചർച്ച സജീവമാക്കാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നതുവരെ ദിസ് ഈസ് പ്രവീൺ ശ്രീതങ്കം. ടേക്ക് കെയർ. ബൈ ബൈ.